told that more casualties are there. Even the rescue operations are going on. As talked to the MLA, C. Siddiq and other important leaders there, district administration also. They are trying their level best to rescue the people from that area. Still, I think that there is no connectivity with this area. So the police, district administration, ഇന്നലെ രാത്രി 3 മണിക്കാണ് ഈ ദുരന്തം വയനാട്ടിലുണ്ടായത്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പുത്തുമേട് പണ്ട് നമ്മളെല്ലാവരും പോയി ആളുകളെ സന്ദർശിച്ചിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണയും ഇതുപോലെ മഴക്കെടുതിയിൽ ആളുകൾ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചൊരു പ്രദേശമാണ്. അവിടെയാണിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 19 പേരാണ് മരിച്ചത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോഴും ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിവരമാണ് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. അവിടേക്ക് എത്താനുള്ള പ്രയാസമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വിവരം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ എല്ലാവരും ചേർന്ന് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തണം. ഈ കുടുംബങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കണം. അവിടെ നിന്നുള്ള ആളുകളെ രക്ഷിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതനുസരിച്ചുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.